ഡേറ്റ് ശ്രദ്ധിക്കണം അല്ലേ. 1/4/2017 എ ആണ് ഡ്രോവർ, ബി ആണ് ആര് ഡ്രോവി. 1,00,000 രൂപയുടെ 3 മാസത്തെ ആഫ്റ്റർ ഡേറ്റ്. ഓക്കെ അല്ലേ, ഒരു പോയിൻ്റാണ് നമുക്ക് തിയറി എടുക്കുമ്പോൾ പറയണം. ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ എന്താണ് ആഫ്റ്റർ ഡേറ്റ്. ഓക്കെ. ദെൻ ബി accepts the bill, sign on it and return to A as usual. പാസ് ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് എയുടെയും ബിയുടെയും വേണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ തന്നെയാണ് ചെയ്യാം. എയുടെ പിന്നെ ആരുടെയാണ് ബുക്സ് ഓഫ് ബി. ഫസ്റ്റ് എൻട്രി എന്താ ഇവിടെ, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി അല്ലേ. സെയിൽ ചെയ്ത എൻട്രി നമ്മൾ എഴുതുന്നില്ല. ഇവിടുത്തെ എന്താ എസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേബിൾ എഴുതി കുഴപ്പമില്ല. ഓക്കെ, ബിൽ ഡ്രോൺ ചെയ്തെന്നല്ലേ സ്റ്റാർട്ടിങ്, അപ്പോൾ അത് മതിയല്ലോ, ബിൽ ഡ്രോ ചെയ്താൽ മതിയല്ലോ. പിന്നെ എന്തിനാ, ഇതൊരു കോമൺ എൻട്രി ഇട്ടാ, ഇതിന് 1 ഇടാൻ പാടില്ല. ഇനി ഒന്നാമത് ബില്ല് എന്തുവരെ മെച്യൂരിറ്റി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്തു, അങ്ങനെ പറഞ്ഞാൽ ബി എക്ക് കൊടുത്തു അല്ലേ. ഹോൾഡ് ചെയ്തിട്ട് ഹോണറായി എന്ന് തന്നെ വിചാരിക്കാം, പൈസ കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ കേസിൽ എൻട്രി എന്താ വരാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ ആസ് യൂഷ്വൽ എൻട്രി. ഇവിടെ എന്താ ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സിമ്പിൾ, നത്തിങ് ഗ്രേറ്റ്. പോയിന്റ് നമ്പർ 3 അല്ല 2 ഡിസ്കൗണ്ട് ചെയ്തു അല്ലേ. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എന്നാ ഡിസ്കൗണ്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ 1/4 3 മാസമുണ്ട്, എന്നാ ഡിസ്കൗണ്ട് ചെയ്ത് ഏപ്രിൽ തന്നെയാണ്. ഓക്കെ അല്ലേ, അപ്പോൾ 3 മാസത്തെ തന്നെ കാണാം, കുഴപ്പമില്ലല്ലോ. ഇനി ഡേയ്സ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ അല്ലേ, മനസ്സിലായ. ഡേയ്സ് എടുക്കുകയാണെങ്കിൽ ഇൻറ്റു 90 സംതിങ് വരും, ഇൻറ്റു ഡിവൈഡ് ബൈ 360. നമ്മളിപ്പോൾ മന്ത് എടുക്കാൻ തീരുമാനിച്ചു, കുഴപ്പമില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഡിസ്കൗണ്ട് കാണണം, എവിടെയെങ്കിലും ഇട്ടിട്ട് 1,00,000-ൻ്റെ എത്ര ശതമാനം അവർ പറയുന്ന ബാങ്ക് 6% ഇൻറ്റു 3/12 എത്ര വരും, 1,500. കറക്റ്റ് കിട്ടും, കുഴപ്പമില്ല, 1,500 ആയിക്കോട്ടെ. അപ്പോൾ എൻട്രി എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ് ബിൽസ് റിസീവബിൾ. എത്ര രൂപയുടെ ബില്ലായിരുന്നു, 1,00,000. 1,500 രൂപ കഴിഞ്ഞാൽ 98,00,000. എന്താടേ 98 1,00,000 98,500. ഓക്കെ ശരി. ഓക്കെ, ദെൻ 1,500 എന്താണ് ഡെബിറ്റ് വരും, ഡിസ്കൗണ്ട്. ഇവിടുത്തെ എൻട്രി നോ എൻട്രി, അവിടെ ഉണ്ട് എൻട്രി ഏതാണ്, നോ എൻട്രി. ഓക്കെ അല്ലേ. ഇതിൻ്റെ താഴെ തന്നെ ഇതിങ്ങനെ പോട്ടാം, ഇവിടെ എഴുതാം. മൂന്നാമത്തെ ഏതാ, എൻഡോസ് ചെയ്ത് സിക്ക്. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, സിക്ക് കൊടുക്കാനുള്ള പൈസ എത്രയാണ്, 1,05,000. അപ്പോൾ സിയെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ എഴുതിയുള്ളത് ഫൈനൽ സെറ്റിൽമെൻറ്റ് ആടാ, ഡിസ്കൗണ്ട് റിസീവ്ഡ് കാണിച്ചു തരാം. സാധാരണ എൻട്രി എന്താ നമുക്ക്, സീസ് അക്കൗണ്ട് ഡെപ്റ്റർ, സിക്ക് നമ്മുടെ ബില്ല് എന്ത് കൊടുത്തു അല്ലേ. സിക്ക് എത്ര കൊടുക്കാനുള്ളത്, 1,05,000. അതിന് പകരം എത്ര രൂപയുടെ ബില്ല് അയാൾ പൊരുത്തപ്പെട്ടു, 1,00,000. അപ്പോൾ 5,000 രൂപ നമുക്ക് ലാഭമായി. അതിൻ്റെ പേര് ഡിസ്കൗണ്ട് റിസീവ്ഡ്. സിമ്പിൾ. സി നമ്മുടെ ആരാ, ക്രെഡിറ്ററാണ്. അയാൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ എൻട്രി എന്താ, അപ്പോൾ സീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇതൊന്നും ഇപ്പോൾ ആരെ ബാധിക്കില്ല, ഇൻ ദി ബുക്സ് ഓഫ് ബിയിൽ എൻട്രി വേണം. ഇത്രയിൽ പറഞ്ഞിട്ടുള്ളൂ, ഇനി ഓണറായോ ഡിസോണറായോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്താൽ അത് ഏതൊരു നിങ്ങൾ ഇതാവും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. നിങ്ങളതും ചെയ്ത് വാട്ട് എ മാൻ യു. മതി എന്നാൽ ഓക്കെ.